പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ വിഷയം ആത്മീയ ജീവിതം ശക്തിപ്പെടണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടണം. പ്രത്യേകിച്ച് ഈ 15 എന്ന് പറയുന്ന മാർവാനിയോസിൻ്റെ ഓർമ്മ തിരുനാൾ കൊണ്ടാടുകയാണ്. ധന്യനായ മാർവാനിയോസ് പിതാവ്, ഒരർത്ഥത്തിൽ അദ്ദേഹം ഒരു വിശുദ്ധനാണ്. അദ്ദേഹം കാരണമാണ് 5 ലക്ഷം മലങ്കര കത്തോലിക്കര് കത്തോലിക്ക സഭയുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥ ദൈവത്തിൻ്റെ സഭയുമായി ഐക്യപ്പെട്ട് സകല വിശുദ്ധന്മാരോടും മാലാഹമാരോടും ചേർന്ന് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുവാനും ഒക്കെ ഏക കാരണം മാർവാനിയോസ് പിതാവാണ്. നമ്മൾ പദയാത്രയിൽ മാത്രം ഓർക്കേണ്ട ഒരു പിതാവല്ല, അനുദിന ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ജീവിതം നമ്മുടെ ജീവിതവുമായി താതാത്മ്യപ്പെടുത്തണം. അപ്പോൾ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു പിതാവാണ് നമ്മുടെ പിതാവ്. എന്തിനാണ് പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു പിതാവിനെ നമുക്ക് തന്നത്? നമ്മളും പ്രാർത്ഥിച്ച് ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നതാണല്ല. മുണ്ടന്മലയിൽ നിന്ന് 1 രൂപ പോലും ഇല്ലാതെ ഇറങ്ങി തിരിച്ച് 5 പേരിൽ കൂടി 5 ലക്ഷം ജനങ്ങളെ ദൈവത്തിൻ്റെ സഭയിലേക്ക് ഐക്യപ്പെടുത്തിയ വ്യക്തിയാണ് പരിശുദ്ധനായ മാർവാനിയോസ് പിതാവ്. ഇത് പറയാൻ കാര്യം, അദ്ദേഹം പരിശുദ്ധനാണ്, പരിശുദ്ധി വന്നോളും. അതിനുവേണ്ടി നമ്മൾ അദ്ദേഹത്തെ എല്ലാ പ്രാവശ്യവും നമ്മൾ ഓർക്കേണ്ടത്, ഒരു പദയാത്ര നടത്തുമ്പോൾ ഈ പദയാത്രക്കാരെ അവരെ ആദ്യമായിട്ട് എൻ്റെ ഒരു ആഗ്രഹം 1 മാസത്തെയൊക്കെ ഒന്ന് ധ്യാനിച്ച് ചിന്തിച്ച് മാർവാനിയോസ് പിതാവ് നടന്ന അതേ വഴിയിൽ കൂടി നടന്നുകൊണ്ട് ആ ത്യാഗോജ്വലമായൊരു ജീവിതം നയിക്കുവാൻ എന്നെ പ്രാപ്തമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയായിരിക്കണം ഈ പദയാത്രയൊക്കെ നമ്മൾ നടത്തേണ്ടത്. അപ്പോഴാണ് ആ പദയാത്രയിൽ ആത്മീയതയുടെ വലിയ നിറവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയം ഇതാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ആത്മീയ ജീവിതം ശക്തിപ്പെടണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടണം. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ വന്ധ്യപിതാവ് മാർവാനിയോസ് പിതാവ്. ഇന്ന് നമ്മൾ എടുക്കുന്ന തിരുവചനം 1 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം. ആ വചനഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശാരീരികമായ പരിശീലനം കൊണ്ട് നമുക്ക് കുറച്ച് പ്രയോജനമുണ്ട്. അതാണ് വചനം പറയാം. ശാരീരികമായ പരിശീലനം കൊണ്ട് നേരം വെളുക്കുമ്പോൾ നടക്കാൻ ഇറങ്ങുന്നത്, നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന പല അഭ്യാസങ്ങളൊക്കെ കൊണ്ട് വളരെ കുറച്ച് പ്രയോജനമേ ഉള്ളൂ. എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും കണ്ടോ. ലോകത്തിൽ ഏറ്റവും വിലയേറിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ആത്മീയ മനുഷ്യനായി തീരുക. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം, ഇന്ന് സഭയിലും സമൂഹത്തിലുമൊക്കെ ആത്മീയത നഷ്ടപ്പെടുകയാണ്. ഇന്നലെ കത്തോലിക്ക മലങ്കര സഭയിൽ പ്രത്യേകിച്ച് വിധക്കാരൻ്റെ ഉപമയായിരുന്നു നമ്മൾ 14-ാം തീയതി ഞായറാഴ്ച എടുത്ത്. എന്താണ് വിധക്കാരൻ? വിതയ്ക്കാൻ പുറപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, അവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. കർത്താവ് യഥാർത്ഥമായി നിങ്ങളൊന്ന് ചിന്തിച്ചു, ഒരു വിതയ്ക്കാരനും വിത്ത് വഴിയരികിലോ പാറപ്പുറത്തോ കല്ലുകൾക്കിടയിലോ വിതയ്ക്കത്തില്ല. എന്തുകൊണ്ട് കർത്താവ് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ വിത്തെന്ന് പറയുന്ന വചനമാണ്. ഈ വചനമാകുന്ന വിത്ത് ഈ പാറയെ പുറത്തും വഴിയരികിലും വിതച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വചനം കേൾക്കുന്ന ഹൃദയങ്ങളെയാണ് അവിടെ കർത്താവ് ചോദിച്ചിരിക്കുന്നത്. അവിടെയാണ് ഞാൻ പഴയ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടൊരു ലൗകിക മനുഷ്യൻ, ഈ ലോകത്തിൻ്റെതായ ഗതി അനുസരിച്ച് പള്ളിയുടെ വലുപ്പം, ഭവനത്തിൻ്റെ വലുപ്പം, കാറിൻ്റെ വലുപ്പം, സമ്പത്തിൻ്റെ വലുപ്പം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരിക്കലും വചനം കയറത്തില്ല. അവൻ ഈ ഭൗതിക കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞങ്ങൾ കാണപ്പെടുന്നവയിലല്ല വിശ്വസിക്കുന്ന, കാണപ്പെടാത്തവയിലാണ്. അപ്പോൾ ഈ കാണപ്പെടാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ. കാണപ്പെടുന്നതൊക്കെ നശ്വരം. ഈ കാണുന്ന കെട്ടിടങ്ങൾ ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകാത്തതിലേക്കാണ് നിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പോൾ ഇന്ന് സഭയിൽ സംബന്ധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഭൗതികപരമായ വളർച്ചയാണ് നമ്മുടെ വളർച്ചയെന്നല്ല. ചിലവർ പറയുന്ന ഒരു വ്യക്തിയൊക്കെ പറഞ്ഞു, മലങ്കര സഭയുടെ വളർച്ച പുഷ്പേരി മെഡിക്കൽ കോളേജ്, അവിടെ കുറേ LLB കോളേജ്, ഇതൊന്നുമല്ല. ഇതെല്ലാവർക്കും ഉണ്ട്. ഇതൊന്നും ഒരു വളർച്ചയല്ല. ഇതിനെയൊക്കെ ഭൗതിക വളർച്ചയെന്ന്. ഇതൊക്കെ നമുക്ക് വേണം. പക്ഷേ ആത്മീയമായി നമ്മൾ വളരണം. ഈ ആത്മീയമായ വളർച്ചയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, മാർവാനിയോസ് പിതാവ് ആഗ്രഹിക്കുന്നത്.
അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പൗലോസ്ലീഹ തിമോത്തിയോസിനെ എഴുതുന്ന 1-ാം ലേഖനത്തിൽ തിമോത്തിയോസിനോട് പറയുകയാണ്, തിമോത്തിയോസിനോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കുകയാണ്, ശാരീരികമായ പരിശീലനം കൊണ്ട് നമുക്ക് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. കേട്ടോ, എല്ലാ വിധത്തിലും വിലയുള്ളതാണ് എന്ന് പറഞ്ഞ എല്ലാവരും എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. ഒരിക്കൽ കൂടെ പറഞ്ഞ എല്ലാ വിധത്തിലും വിലയേറിയതാണ്. ഇതിങ്ങനെ മനസ്സിൽ അങ്ങ് ആഴ്ന്നിറങ്ങണം. ആത്മീയത എല്ലാ വിധത്തിലും വിലയേറിയതാണ്. എന്നിട്ട് പറയാണ്, എന്തുകൊണ്ടെന്നാൽ ഇത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തിന്റെയും സംബന്ധിക്കുന്ന വാഗ്ദാനമാണ്, കവനന്റാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ജീവിതത്തിന്റെ മാത്രമല്ല, ഈ ജീവിതത്തിൽ നീ ആത്മീയനായെങ്കിൽ മാത്രമേ വരാനിരിക്കുന്ന ജീവിതത്തിൽ നിനക്ക് നിത്യജീവിതത്തിലേക്ക്, ആ നിത്യജീവനിലേക്ക്, ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ജീവിതത്തിൽ നീ ആത്മീയനല്ലെങ്കിൽ, നീ വലിയ ഒരു ശവടക്കം നടത്തിയതുകൊണ്ടോ നിനക്ക് വേണ്ടി കുറെ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനമില്ല സഹോദര. ഈ ജീവിതത്തിൽ നീ ആത്മീയനാകണം. ഈ ജീവിതത്തിന് വേണ്ടി, ഈ ജീവിതത്തിൽ ഞാൻ ആത്മീയനായില്ലെങ്കിൽ വരാനിരിക്കുന്ന ജീവിതത്തിൽ നിനക്ക് എങ്ങനെ ഒരു സ്വർഗരാജ്യം പ്രവേശിക്കാൻ സാധിക്കുന്നത്? ഈ ജീവിതത്തിൽ ഞാൻ എങ്ങനെ അടിച്ചു പൊളിച്ച് എൻ്റെ ആത്മാവിന് യാതൊരു വിലയും കൊടുക്കാത്തൊരു ജീവിതമാണെങ്കിലോ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ആത്മീയ മനുഷ്യനായി തീരുവാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തണം. അതിനെടുക്കുന്ന ഒരു വചനം 2 സാമുവേൽ 7-ാം അധ്യായം അതിൻ്റെ 17 തൊട്ട് 20 വരെയുള്ള തിരുവചനമാണ്. അവിടെ 3 വചനങ്ങളെ ഉണ്ടെങ്കിലും ആഴമായൊരു വചനമാണ്. നാഥാൻ പ്രവാചകൻ വരും കാലങ്ങളിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ഇന്നതൊക്കെ സംഭവിക്കുമെന്ന് പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്. 2 സാമുവേൽ 7:17 പറയുകയാണ്, ഈ വാക്കുകളും നാഥാൻ പ്രവാചകൻ പറഞ്ഞ വാക്കുകളും ദർശനങ്ങളും നാഥാൻ എന്ന് പറയുന്ന പ്രവാചകൻ ദാവീദിനെ അറിയിച്ചപ്പോൾ ദാവീദ് മഹാരാജാവ് എന്തെടുത്തു? അപ്പോൾ അതാണ് വചനം, അപ്പോൾ ദാവീദ് മഹാരാജാവ് അവൻ കൊട്ടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്ക് പോയി. എന്താണ് കൊട്ടാരം? കൊട്ടാരം എന്ന് പറഞ്ഞാൽ സുഖസൗകര്യങ്ങളാണ്. വേണ്ടുന്നതെല്ലാം കൊട്ടാരത്തിൽ കിട്ടും. പക്ഷെ കൊട്ടാരമല്ല തിരഞ്ഞെടുത്തത്, കൂടാരമാണ്. നമുക്ക് പഴയ കാലത്ത് ഓരോ വീട്ടിൽ ചെന്ന ഒരു പായ ഉണ്ടായിരുന്നു, പ്രാർത്ഥനാ പായ ഉണ്ടായിരുന്നു. ഇന്ന് സോഫാ കമ്പട്ടും അല്ലെങ്കിൽ അവിടെ വലിയ സുഖസൗകര്യങ്ങളിൽ ഇരുന്നായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഇന്ന് മുട്ടുമേ നിന്നാൽ മുട്ടുമേ നിൽക്കുന്നത് ചെന്ന് കഴിയുമ്പോൾ തലേണയിലാണ് മുട്ടുമേ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സുഖസൗകര്യങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ആകുന്നത്. ഇന്ന് ത്യാഗമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാനോ ഒന്നും ആർക്കും തയ്യാറില്ല. നെഹെമ്യായുടെ കാലത്ത് നെഹെമ്യാ പ്രവാചകന് ഇതാ ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുമ്പോൾ, ജെറുസലേം തകർന്നു കിടക്കുമ്പോൾ ത്യാഗമെടുത്താണ് നെഹെമ്യാ പ്രാർത്ഥിക്കുന്നത്. അതൊക്കെ നെഹെമ്യായുടെ പുസ്തകത്തിൽ ഉണ്ട്. അതൊക്കെ എടുത്ത് ഇപ്പോൾ വിവരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ദാവീദ് രാജാവ് എന്തെടുത്തു? അവൻ കൊട്ടാരം ഉപേക്ഷിച്ചിട്ട് കൂടാരം. എന്താണ്? യഹൂദിന് അന്നും ഇന്നും കൂടാരമുണ്ട്. കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുറസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. മുകൾ ഭാഗം തുറന്നു കിടക്കുന്നതുകൊണ്ട് വെയിലും മഞ്ഞും എല്ലാം ഈ കൂടാരത്തിനുള്ളിലേക്ക് വരും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥനയ്ക്ക് അവൻ ഒരു അന്തരീക്ഷം ഒരുക്കിയെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് എന്തൊരുക്കി? അങ്ങനെ ഒരുക്കി. പ്രാർത്ഥനയ്ക്ക് ഒരുക്കേണ്ട അന്തരീക്ഷങ്ങളുണ്ട്. 7 അന്തരീക്ഷങ്ങളുണ്ടാകണം. ഒന്ന് ശ്രദ്ധാപൂർവം പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ പോരാ, ഒന്ന് ശ്രദ്ധാപൂർവം പ്രാർത്ഥിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞ് ശ്രദ്ധാപൂർവം പ്രാർത്ഥിക്കണം. എന്താ ഈ ശ്രദ്ധാപൂർവം? പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ എഴുന്നേറ്റ് പോകാൻ പാടില്ല. പ്രാർത്ഥിക്കുന്ന സമയത്ത് ടെലിഫോൺ റിസീവറൊക്കെ എടുത്ത് മാറ്റണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണൊക്കെ നമ്മൾ ഓഫാക്കണം. പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നവയൊക്കെ ഒഴിവാക്കണം. ഇത് ചിലപ്പോഴുണ്ട്, പലപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ മൊബൈലും കൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് പലരും വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ മൊബൈലും കൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറത്തെ കുർബാനയ്ക്ക് ഈ മൊബൈൽ കൊണ്ടുവരാതിരിക്കെ. നിങ്ങൾ ഈ മൊബൈൽ കൊണ്ടുവന്ന് ഉടനെ ഒരു കോൾ വന്നു, ഉടനെ വിശുദ്ധ കുർബാനയോടെ ഭക്തി നിർഭരമായ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫോണും കൊണ്ട് ഇറങ്ങിപ്പോകുന്നത്. ഈ സഹോദരങ്ങളെ, ആ കുർബാനയെ പോലും നിങ്ങൾ അവഹേളിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് കഴിവതും നിങ്ങൾ കുർബാനയിലൊക്കെ ഈ മൊബൈൽ ഫോണൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇന്ത്യ പ്രധാനമന്ത്രിയല്ല, അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കട്ടെ, പ്രാർത്ഥനയേക്കാൾ ആ കുർബാനയേക്കാൾ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. ഈ ഒരു ബോധ്യമില്ലാതെ എല്ലാവരുടെ പോക്കറ്റിലും ഈ മൊബൈൽ ഫോണുണ്ട്. ഞാൻ ഇത്രയും 30 വർഷത്തെ വചന ശുശ്രൂഷയിടയിൽ ഇന്നേ നാഴിക വരെ വിശുദ്ധ കുർബാനയിൽ മൊബൈലും കൊണ്ട് പോകത്തില്ല. കാരണം എന്നാ? എൻ്റെ പ്രാർത്ഥനയ്ക്ക്, എൻ്റെ കുർബാനയ്ക്ക് ഞാൻ അൾത്താരയിൽ നോക്കുമ്പോൾ ആ ബലിപീഠത്തിൽ ഞാൻ ബലി അർപ്പിക്കുവാണ്.
ഞാൻ ബലി അർപ്പിക്കുമ്പോൾ ആ ബലിവേദി തിരിച്ചറിഞ്ഞ് ബലിവസ്തുവായി തീരേണ്ടവനായ ഞാൻ മൊബൈലിൻ്റെ പുറകെയും മറ്റു ചിന്തയ്ക്ക് പുറകെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തിനു ബലി അർപ്പിക്കാൻ വരുന്നു? വില കൊടുക്കാത്ത ബലിയർപ്പണമാണ് നിങ്ങൾ പലരും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ കേൾക്കുന്നവർ കഴിവതും ഈ മൊബൈൽ ഫോണൊക്കെ വേണ്ടാന്ന് വെക്കണം. 1.5 മണിക്കൂറത്തേക്ക് ഞാൻ ഈ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്ത കുഴപ്പമുണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഒന്നാമത്തെ ഘടകം ഒരു ശ്രദ്ധാപൂർവമായ ഒരു പ്രാർത്ഥന ആയിരിക്കണം. അതുകൊണ്ടാണ് ദാവീദ് മഹാരാജാവ് കൂടാരം തിരഞ്ഞെടുത്തത്. അപ്പോൾ ശ്രദ്ധാപൂർവം, പരിമിതിയുടെ നടുവ് ശ്രദ്ധാപൂർവം പ്രാർത്ഥിക്കണം. ഇനിയും പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഘടകം ഭക്തിപൂർവമായിരിക്കണം. നമ്മൾ മലങ്കരക്കാരാ. ഞാൻ പലപ്പോഴും മറ്റ് റീത്തുകളിൽ ചെല്ലുമ്പോഴേ, ലത്തീൻ റീത്തിലും സിറോ മലബാർ റീത്തിലും ഒക്കെ ചെല്ലുമ്പോഴേ മലങ്കരയുടെ ഗുണം പറയും. നമ്മളെന്താ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഭക്തിയുണ്ട്. ഒരു ഭക്തിയുടെ അന്തരീക്ഷം വേണം. അത് നീട്ടി പറഞ്ഞാൽ പോരാ. എൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഒരു ഭക്തി ഉണ്ടായിരിക്കണം. ഈ ഭക്തി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ദൈവഭയം വേണം. ദൈവഭയമുള്ള ഒരു പൈതലിന് മാത്രമേ ദൈവഭക്തിയുള്ളൂ. അപ്പോൾ ദൈവഭയം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രഭാഷകൻ 41:7 പറയാണ്, ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. ഇന്ന് നമ്മളെ മക്കൾ നമുക്ക് നേരെ വിലച്ചുകൊണ്ടുന്നെങ്കിൽ, കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഒരപ്പൻ മോനെ വിളിച്ച് മൊബൈൽ എന്തിനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് അവൻ പോയി കതകടച്ച് ആത്മഹത്യ ചെയ്തു. +2 പഠിക്കുന്ന ഒരു കുഞ്ഞ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കാലഘട്ടം അത്ര കണ്ട് ആത്മീയത തകർന്ന് സാത്താന്റെ വലിയ പിടിയിലായതുകൊണ്ട് നമ്മൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവഭയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവഭക്തിയുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാനൊരു ജപം ചെല്ലുന്നിടത്ത് സാത്താൻ കണ്ടെത്തില്ലെന്നാണ് പറയുന്നത്. ജപിക്കുന്നിടത്ത് സാത്താൻ പ്രവേശനമില്ല. നിന്റെ ഹൃദയത്തിലെ ആ ജപമുയരണം. ഹൃദയത്തിൽ നിന്നുള്ള ആ തികവിൽ നിന്നാണ് ഭക്തി രൂപപ്പെടുന്നത്. അല്ലാതെ ബാഹ്യമായി കുറേ ആചരണങ്ങളിൽ കൂടിയല്ല. എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഭക്തിയുള്ളത്. ഞാൻ ദൈവത്തിൻ്റെ ഒരു മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ ഒരു മകളാണ്. എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. അവൻ പരമപരിശുദ്ധനാണ്. അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്നെ സൃഷ്ടിക്കപ്പെട്ടത്. അവൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയാണ്. അവൻ്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഈ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ അവൻ്റെ മകനായതുകൊണ്ട്, അവൻ്റെ മകളായതുകൊണ്ട് ദൈവഭയം എന്നിലുണ്ടായിരിക്കണം. ഈ ദൈവഭയത്തോടു കൂടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന ഭക്തിപൂർവമാകുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 41:7. ഈ വചനം നിങ്ങൾ മറക്കരുത്. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ദൈവഭയമാണ് അടിസ്ഥാനമായ രണ്ടാമത്തെ ഘടകം. ഈ ദൈവഭയത്തിൽ നിന്ന് മാത്രമേ ദൈവഭക്തി ഉണ്ടാവുകയുള്ളൂ. ഇനി മൂന്നാമതായി സ്ഥിരതയോടുകൂടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് നമുക്ക് സ്ഥിരതയുണ്ടോ? നമുക്ക് തോന്നുന്ന സമയമാണ്. ഫുട്ബോൾ കളി വന്നു കഴിഞ്ഞാൽ ആ ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി കണ്ടു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളി. ഒരു ഒരു ചിട്ടയില്ല. പ്രഭാഷകൻ 27:3 പ്രാർത്ഥനയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്ത ഭവനം അതിവേഗം നശിച്ചു പോകും. എല്ലാവരും നേരിട്ട് പറഞ്ഞേ. പ്രഭാഷകൻ 27:3 പ്രാർത്ഥനയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്ത ഭവനം അതിവേഗം നശിച്ചു പോകും. എന്താണ് ഭവനങ്ങളൊക്കെ നശിച്ചു പോകുന്നത്? എത്രയോ ഭവനങ്ങൾ ഇന്ന് ആത്മഹത്യയിലും അനർത്ഥങ്ങൾ. നിങ്ങൾ വെച്ച് ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, മക്കൾ ഒരുമിച്ച് കിടറ്റിച്ചാടി മരിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിലൊന്ന് നോക്കിയാൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? പ്രാർത്ഥനയ്ക്ക് അവർ സ്ഥാനം കൊടുക്കുന്നില്ല. പ്രാർത്ഥനയിൽ സ്ഥിരതയില്ല. പ്രാർത്ഥിക്കാൻ വലിയ ഇതൊന്നും കൊടുക്കുന്നില്ല. പ്രാർത്ഥനയിൽ സ്ഥിരതയില്ലെങ്കിൽ അത് അതിവേഗം നശിച്ചു പോകും. ലോകത്തിലെ നാശം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ ആ ലോകം പെട്ടെന്ന് നശിക്കുമെന്നാണ് തോമസ് അക്വിനാസ് പറയുന്നത്. വിശുദ്ധനായ തോമസ് അക്വിനാസ് പറയുന്നത്, പ്രാർത്ഥിക്കാത്ത ഒരു സമൂഹം രൂപപ്പെടുമ്പോൾ ആ സമൂഹം പെട്ടെന്ന് നശിച്ചു പോകും. പ്രാർത്ഥന ഇല്ലാത്ത സമൂഹമാണ് തകർന്നു പോകുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടായിരിക്കണം. ഈ പ്രഭാഷകൻ 27:3 മറക്കരുത്. പ്രാർത്ഥനയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. ഇനി പ്രാർത്ഥനയുടെ നാലാമത്തെ ഘടകം നിർമ്മലമായ ഹൃദയമായിരിക്കും. എനിക്ക് ആരോടും വെറുപ്പില്ല, എനിക്ക് ആരോടും വൈരാഗ്യമില്ല. വെറുപ്പോടും വൈരാഗ്യത്തോടും കൂടെ അല്ല ഞാൻ പ്രാർത്ഥന. വെറുപ്പോടും വൈരാഗ്യത്തോടും കൂടി ഇരിക്കുമ്പോൾ
ആ വ്യക്തിയുടെ പ്രാർത്ഥന ഒരിക്കലും നിൽക്കത്തില്ല. അതാണ് വചനം സ്വീകരിക്കുമ്പോൾ മുള്ളുകൾക്കിടയിൽ വീണ വിത്താണ്. എന്ന് വെച്ചാൽ പല തരത്തിലുള്ള പലരോടുമുള്ള ബന്ധങ്ങളിൽ അകൽച്ച, ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, പ്രാർത്ഥന നിർമ്മലമായ ഹൃദയമായിരിക്കും. അതുകൊണ്ടാണ് ദാവീദ് മഹാരാജാവ് ഇങ്ങനെ പാടിയത്: നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നമുക്കൊന്ന് ചേർന്ന് പാടാം: നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഒരു നിർമ്മലമായ ഹൃദയം ഉണ്ടായിരിക്കണം. പ്രാർത്ഥിക്കുന്ന വ്യക്തി അവൻ്റെ ഹൃദയത്തിൽ ആരോടും പിണക്കമോ വൈരാഗ്യമോ ഉണ്ടാകാൻ പാടില്ല. ആരെയും അവൻ മാറ്റി നിർത്തരുത്. ലോകത്തിലെ 800 കോടി ജനങ്ങളും ദൈവത്തിൻ്റെ മക്കളായി കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവർ ഇന്ന ജാതിക്കാരായതുകൊണ്ട് അവരെ ദൈവം സ്വീകരിക്കുന്നത്. സകല ജാതികൾക്കിടയിലും ദൈവം ഒരേ ഒരു ദൈവമുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. മറ്റൊരു ദൈവമില്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ മക്കളാണ് 800 കോടി. അവരറിയുന്നില്ല. അവർ തീർച്ചയായിട്ടും അവരെ യഥാർത്ഥമായി ദൈവത്തെ അന്വേഷിച്ചില്ല. അവരും അന്വേഷിച്ച് കണ്ടെത്തും. അതിനുവേണ്ടി നമ്മുടെ ഭാഗത്ത് എന്തുണ്ടായിട്ടുണ്ട്? ഞാൻ സുവിശേഷം കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവരോട്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ 4ാമത്തെ ഘടകം നിർമ്മലമായ ഹൃദയം. 5ാമതായി പ്രാർത്ഥന ദൈവഹിതത്തിന് വിധേയമായി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണോ? നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇന്നത്തെ പ്രോസ്പിരിറ്റി ഹോസ്പിറ്റലല്ലേ? മക്കൾ അമേരിക്കയിൽ പോകണം, ലണ്ടനിൽ പോകണം, കുറേ പൈസ കിട്ടണം. ഈ മക്കളുടെയൊക്കെ ആത്മാവ് രക്ഷപ്പെടണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ലേ ഇന്ന് പരിശുദ്ധ സഭയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത്. ദൈവം വെറുക്കുന്ന 127 കാര്യങ്ങളിലെ 1ാമത്തെ കാര്യമാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. മലാക്കി 2:16 പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. വിവാഹം കഴിക്കുന്ന വിവാഹമോചനത്തിന് വേണ്ടിയല്ല. അപ്പം ദൈവം വെറുക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയൊക്കെയാണ് വിവാഹമോചനം ഇന്ന് നടക്കുന്നത്. ബന്ധങ്ങളില്ല ഇന്ന്. അപ്പോൾ ബന്ധങ്ങളില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ദൈവഹിതത്തിന് ദൈവത്തിന് എൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ പറയണം, കൊള്ളാം. നീ എന്താ ദൈവത്തിന് കൊള്ളാമെന്നുള്ള പ്രാർത്ഥന? അനേക ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അനേകരുടെ ഒരു മദ്യപാനിയെ കാണുമ്പോൾ അവൻ്റെ കുറവല്ല, അത് എൻ്റെ പിഴ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അത് എൻ്റെ പിഴ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലാതെ അവരുടെ പിഴയല്ല. എൻ്റെ പ്രാർത്ഥന ഇനി ശക്തിപ്പെടാനുണ്ട്, എൻ്റെ പ്രാർത്ഥന ഇനി ശക്തിപ്പെടാനുണ്ട്. ഈ അനുതാപം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന, എല്ലാ ദിവസവും അനുദപിക്കണം. ചുറ്റുപാടുകൾക്ക് വേണ്ടി നീ അനുദപിക്കണം. നീ നിന്നിലേക്ക് തന്നെ തിരിഞ്ഞ് നിന്നോട് തന്നെ ചോദിച്ച് നിന്റെ കുറവുകളെ മനസ്സിലാക്കി അനുദപിക്കണം. ഈ പ്രകൃതിയോട് ചെയ്യുന്ന പാവങ്ങൾക്കെതിരെ ഞാൻ അനുദപിക്കണം. ഇതെല്ലാം അനുതാപം എന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു പ്രക്രിയയല്ല. എല്ലാ ദിവസവും നമ്മൾ അനുദപിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ബൈബിളിലെ ലാസറിനെ ഉയർപ്പിച്ചപ്പോഴോ ബെത്സയിദയിലെ കുളക്കരയിൽ കിടന്ന രോഗിയെ സൗഖ്യപ്പെട്ടപ്പോഴൊന്നും ദൈവം സന്തോഷിച്ചില്ല. ദൈവം സന്തോഷിച്ചത് എപ്പോഴാ? അനുദപിക്കുന്ന ഒരു പാപിയെ ഓർത്ത് സ്വർഗ്ഗം സന്തോഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ കേൾക്കുന്ന വ്യക്തിക്ക് ഒരു അനുതാപമുണ്ടോ? ദൈവമേ, ഞാൻ ചെയ്യുന്ന പാപങ്ങൾ ഓരോന്നും ദൈവത്തിനെതിരാണ്. ഞാൻ ചെയ്യുന്ന ഓരോ പാപങ്ങളും ദൈവത്തിന് ഇതാണ്. ഞാൻ ഒരു പാവപ്പെട്ടവനെ കണ്ടിട്ട് കാണാതെ പോകുമ്പോൾ, ഞാൻ മറ്റുള്ളവനെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടും സഹായിക്കാതിരിക്കുമ്പോൾ, ഞാൻ ചെയ്യുന്നത് അത് ഏറ്റവും വലിയ ഒരു പാപമാണ് എന്ന ബോധ്യം, എൻ്റെ പിഴയാണ്, എൻ്റെ കുറവുകളാണ് എന്ന ബോധ്യമാണ് അവനെ അനുതാപത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ കാണുന്നില്ലേ, ജോബിനെ കുറിച്ച് ദൈവം എന്താ പറഞ്ഞത്? എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? സാത്താനോട് ചോദിക്കുക. അവനെ പോലെ നീതിമാനും സത്യസന്ധനും തിന്മയിൽ നിന്ന് അകന്നടിക്കുന്നവനും നിഷ്കളങ്കനുമായ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നാ ചോദിക്കും. എന്നിട്ട് ഈ ജോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എന്താ? ജോബിൻ്റെ പുസ്തകം ഇതാ 32-ാം അധ്യായത്തിൻ്റെ 5-ാം വചനത്തിൽ പറയുക, ദൈവമേ, അങ്ങേ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, മുഖത്തോട് മുഖം കാണുന്നത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ പൊടിയിലും ചാരത്തിലും ഇരുന്ന് പശ്ചാത്തപിക്കുന്നു. ഉണ്ടോ? ഇത്രയും ഗുണമുള്ളവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനാ പശ്ചാത്തപിക്കുന്നത്? അവൻ്റെ സ്നേഹിതന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ കുറവുകളെ എൻ്റെ കുറവുകളായെന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ്. ഇതുണ്ടോ നമുക്ക്? ഇന്ന് നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുകയല്ലേ,
മറ്റുള്ളവരുടെ കുറവുകൾ പറയുകയല്ലേ? ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഈ ദൈവഹിതത്തിന് വിധേയമായി പ്രാർത്ഥിക്കണം. ദൈവത്തിന് എൻ്റെ പ്രാർത്ഥന ഇഷ്ടമാണ്. ബൈബിളിലെ പ്രാർത്ഥന കൊള്ളാമെന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, സോളമൻ. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം. എല്ലാവരും നേരിട്ട് പറഞ്ഞ 2 ദിനവൃത്താന്തം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അത് ഇങ്ങനാ പറയുന്നത്, ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായിട്ട് അരുളി ചെയ്തു, നിനക്ക് സോളമാ, നിനക്ക് എന്താ വരം വേണ്ടത് ചോദിച്ചുകൊള്ളുക. സോളമൻ പ്രതികരിച്ചു, എന്റെ പിതാവായ ദാവീദിനെ എങ്ങനെ സ്നേഹിച്ചെന്ന ഉറക്കെ പറഞ്ഞു. അപ്പൊ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന എങ്ങനെയാ? അത്യധികത്തിന് മുകളിൽ ഒരു മലയാള വാക്കുണ്ടോ? അത്യധികം സ്നേഹിച്ചു. ഹല്ലേലൂയ. എന്റെ ദൈവം സ്നേഹിക്കുന്ന അത്യധികമായിട്ട്. വലതുകരമായി പറഞ്ഞ എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് അത്യധികമായിട്ട്. അപ്പൊ ദൈവവചനം പറയാണ്, എന്റെ അത്യധികം സ്നേഹിച്ചു. എന്റെ അവനെ പിൻഗാമിയും രാജാവുമായി. എന്താ അതിന്റെ അർത്ഥം? ഓരോ സ്ഥാനവും ദൈവം തരുന്നത്. ദൈവമാണ് എനിക്ക് ഈ അധികാരം തന്നിരിക്കുന്നത്. ഈ അധികാരത്തിന്റെ കീഴിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിന്റെ ഒരു ശുശ്രൂഷകനാണ് ഞാൻ. അധികാരികൾ ചിന്തിക്കേണ്ട ഇതാണ്, ഞാനൊരു ശുശ്രൂഷകനാണ്. ശുശ്രൂഷ ദൗത്യം കാണിച്ചു കൊടുക്കുകയാണ്. ശിഷ്യന്റെ കാൽപാദത്തോളം കുനിഞ്ഞൊരു ദൈവത്തെയാണ്, മനുഷ്യന്റെ കാൽപാദത്തോളം കുനിഞ്ഞൊരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരർത്ഥത്തിൽ ഓർത്തു പറയണം, തട്ടിൽ പിതാവ് എന്ന് പറഞ്ഞ അത്രമാത്രം ഒരു വിശുദ്ധനായ പിതാവിനെയാണ് സീറോ മലബാർ സഭയിൽ എല്ലാവരെയും ഭിന്നിപ്പിച്ച് തകർക്കാനല്ല, എല്ലാവരും ഐക്യത്തിൽ കാണുന്ന ഒരു പിതാവിനെയാണ് സീറോ മലബാർ സഭയ്ക്ക് തന്നിരിക്കുന്നത്. അതിനെ ഓർത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പൊ എന്താണ് സോളമൻ തുടർന്ന് വചനം പറയുന്നത്? വചനം വായിച്ചേ. ദാവീദിനെ അത്യധികം സ്നേഹിച്ചു, പിൻഗാമിയും രാജാവുമായി നിയമിച്ചു. ദൈവമായ കർത്താവേ, എന്റെ പിതാവിനോട് എന്തെല്ലാം അങ്ങ് വാഗ്ദാനം ചെയ്തോ അതെല്ലാം നിറവേറ്റണം. നിങ്ങൾ പറഞ്ഞേ, എന്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം എന്റെ ജീവിതത്തിൽ നിറവേറ്റണം. എന്താ തുറന്ന് വചനം പറയുകയാണ്, ഈ ഭൂമിയിലെ പൊടി പോലെ അസഹ്യമായ ജനത്തെ ഭരിക്കാൻ അവിടുന്ന് എന്നെ രാജാവാക്കി. എനിക്ക് ഈ സ്ഥാനം തന്നിരിക്കുന്നത്, എനിക്ക് ഈ അധികാരം തന്നിരിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉളവാക്കാൻ കഴിവുണ്ടെന്ന് അബ്രഹാത്തിനെ പോലെ ഒരു വിശ്വാസമുള്ള പിതാവാണ് മറുവന്യസ് പിതാവ്. അതുകൊണ്ടാണ് ആ പിതാവിന്റെ മനോഭാവമാണ് നമുക്ക് രൂപപ്പെടേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ എനിക്ക് അധികാരം തന്നിരിക്കുന്ന ദൈവമാണ്, അവന്റെ ശുശ്രൂഷകനാണ് ഞാൻ. ഈ ബോധ്യമാണ് ഓരോ അധികാരികൾക്കും ഉണ്ടായിരിക്കേണ്ടത്. ഹല്ലേലൂയ. അവനെ എന്റെ പിൻഗാമിയും രാജാവുമായി നിയമിച്ചു. എന്നിട്ട് തുടർന്നെന്താ പറയുന്നത്? ജ്ഞാനവും വിവേകവും നൽകണമേ. എനിക്ക് പണം വേണ്ട, എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് ലോകം മുഴുവൻ പിടിച്ചെടുക്കാനുള്ള ശക്തി വേണ്ട. അപ്പൊ ഇത് കേട്ടപ്പോൾ ദൈവം പറയുക, കൊള്ളാം. ദൈവം സോളമൻ ഉത്തരമല്ലേ, കൊള്ളാം. നീ സമ്പത്ത് ചോദിച്ചാൽ ഒരു രാജാവ് ചോദിക്കേണ്ട സമ്പത്താണ്. ധനമോ പ്രശസ്തിയോ ശത്രു നിഗ്രഹമോ ദീർഘായുസ് പോലും നീ ചോദിച്ചില്ല. ഞാൻ നിന്നെ രാജാവാക്കി. അതുകൊണ്ട് ഞാൻ നിനക്കൊരു കാര്യം ചെയ്യുന്നു, ലോകത്തിൽ ഒരു രാജാവിനും ഇല്ലാത്ത ജ്ഞാനവും വിവേകവും സോളമൻ, ഈ മനുഷ്യകുലത്തിൽ സോളമനെ പോലെ ജ്ഞാനിയായ ഒരു മനുഷ്യൻ, സോളമനേക്കാൾ വലിയവൻ ഈശോ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3000-3000-ഓളം സുഭാഷിതങ്ങൾ എഴുതിയവൻ. അപ്പോൾ കവിതകൾ എഴുതി, ഗാനങ്ങൾ എഴുതി. അവനെ 13 സുഖസൗകര്യങ്ങൾ അനുഭവിച്ചു. സോളമനെ പോലെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തി ലോകത്തിലില്ല. ഈ 13 സുഖസൗകര്യങ്ങൾ അനുഭവിച്ചിട്ട് സോളമൻ പറയാണ്, ഇത് മിഥ്യയും പാഴ്വേലയുമാണ്, സൂര്യന് കീഴിലെല്ലാം വെറും. അപ്പൊ ഈ സൂര്യന് കീഴിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇല്ലയോ അടിയുണ്ടാക്കുന്നത്? ഒരു പള്ളി പിടിച്ചിട്ട് ആ പള്ളി കുർബാന ചൊല്ലാനായിട്ട് കുറെ കൂട്ടിട്ട് കിടക്കുക. ഒരു പള്ളി പിടിച്ചെടുത്തിട്ട് നീ കുർബാന ചൊല്ലി അവിടെ കർത്താവ് വരുമോ? എന്തൊരു മണ്ടത്തരങ്ങളാണ്! നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലേ? നിന്റെ സഹോദരനെ ഇറക്കി വിട്ടിട്ട് നീ അവിടെ വിശുദ്ധ ബലി അർപ്പിച്ച് കോടതി വിധിയാന്ന് പറഞ്ഞ് വിധി നടത്തിയാൽ ഇതൊക്കെ നിങ്ങൾ തുറന്നു പറയാൻ എന്താ ഇവിടുത്തെ പിതാക്കന്മാർക്കൊന്നും ആർജവം ഇല്ലാത്തതെന്ന് എനിക്ക് ചോദിക്കേണ്ടി പോകുന്നു. ഹല്ലേലൂയ. ഇതൊക്കെയല്ലേ ചോദിക്കേണ്ടത്? തെറ്റിന് നേരെ നിങ്ങൾ കണ്ണടയ്ക്കരുത്. ഒരാളെ ഇറക്കി വിട്ടിട്ട് അവിടെ ബലി അർപ്പിച്ചാൽ അവിടെ ബലി കർത്താവ് വരുമോ?
ഹല്ലേലൂയ. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ യേശുവേ ആരാധന. ആരാധന. യേശുവേ മഹത്വം. യേശുവേ മഹത്വം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പരിശുദ്ധമായ ഈ ദൈവവചനം കേൾക്കുമ്പോഴേ ദൈവഹിതത്തിന് വിധേയമായി പ്രാർത്ഥിക്കും. ഇനിയും ആറാമതായിട്ട് എന്താണ്? ആറാമതായിട്ട് നമ്മുടെ പ്രാർത്ഥന സമയമെടുത്ത് പ്രാർത്ഥിക്കും. എന്താണ്? സമയമെടുത്ത് 24 മണിക്കൂറുണ്ട്. 1 മണിക്കൂറെങ്കിലും ദൈവത്തിന് നിങ്ങൾ മാറ്റി കൊടുക്കണം. 1 മണിക്കൂറെങ്കിലും എൻ്റെ സന്നിധിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് പത്രോസിനോട് പറഞ്ഞത്. നമ്മളോടും പറയുക, 1 മണിക്കൂർ എനിക്ക് മാറ്റി തരിക. ഹല്ലേലൂയ. 1 മണിക്കൂറെങ്കിലും ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കുക. ഇനി 7ാമതായിട്ട് വിശ്വാസത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തണമെങ്കിൽ ഈ 7 ഘടകങ്ങൾ വേണം. അതുകൊണ്ടാണ് നമ്മൾ ദാവീദ് മഹാരാജാവ് പറയുക, അവൻ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് അവൻ എന്തെടുത്തു? അവന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന എവിടെയാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എല്ലാവരും പറഞ്ഞ്, കർത്താവിൻ്റെ സന്നദ്ധിയിലാണ്, കർത്താവിന്റെ സന്നിധിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവിടാണ് ദൈവത്തിൻ്റെ സന്നദ്ധി. ഞാൻ ഇരിക്കുന്നിടം കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ്. ഓരോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയും പറയണം, കർത്താവിൻ്റെ സന്നിധിയിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് മറ്റേ പണപ്പിരിവും മറ്റു കാര്യങ്ങൾക്കും അല്ല ഇരിക്കേണ്ടത്. അത് കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇരിക്കേണ്ടത്. അപ്പോൾ കർത്താവിൻ്റെ സന്നദ്ധിയിലിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവൻ എന്ത് പ്രാർത്ഥിച്ചു? അവൻ പറയാണ്, ദൈവമായ കർത്താവേ, എന്നെ ഇത്രത്തോളം ഉയർത്താൻ. കണ്ടോ? കർത്താവിനോട് പറയണം, കർത്താവേ, ഇന്ന് ദിവസം എനിക്ക് തന്നത് നിന്റെ കൃപയാണ്, നിന്റെ കരുണയാണ്. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. എന്നെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ കുറേ പണം ഉണ്ടാക്കുക എന്നല്ല, ദൈവത്തോടൊപ്പം പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോടൊപ്പം നടക്കുവാൻ, ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ. ഇതാണ് ഉയർച്ച. എന്നെ ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു. അടുത്ത വചനം പറയാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തി പറയണം, നീ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ, നീ ജപമാല ചൊല്ലാൻ ഇരിക്കുമ്പോൾ ആദ്യം പറയണം, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം അങ്ങേക്ക് നിസ്സാരമാണ്. വരുന്ന ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം അങ്ങേക്ക് നിസ്സാരമാണ്. അടുത്ത വചനം പറയുന്നു, വരാനിരിക്കുന്ന ദീർഘകാലത്തെ അങ്ങയുടെ ദാസന്റെ കുടുംബത്തെയും വിദൂര ഭാവിയെ പോലും വരും തലമുറയെ കുറിച്ചും അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയാണ്, ഇതിലധികമായി എന്ത് പറയാനുള്ളത്? ദൈവമായ കർത്താവേ, അങ്ങ് അറിയുന്നവൻ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും പറയണം, ദൈവമായ കർത്താവേ പറഞ്ഞേ, എല്ലാം വലുതേരം ഉയർത്തി പറഞ്ഞേ, ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനെ അറിയുന്നവൻ. ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനെ അറിയുന്നവൻ. വിശുദ്ധനായ തോമസ് അക്വിനാസ് പറയുന്നത്, ഈ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, നിന്റെ ദൈവസന്നിധിയിൽ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നവൻ. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തുകയാണ് ആത്മീയ ജീവിതത്തിൽ വളരാനുള്ള ഏക. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന.